ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ന് നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആത്മനിർഭർ ഭാരത് അഭിയാന് വേണ്ടി ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായി $1000 ദശലക്ഷം വായ്പാ കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യ. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 ഇന്ന് ISRO വിക്ഷേപിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.21%. ലോകത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7.5 കോടിയോടടുക്കുന്നു. കേരളത്തിൽ ഇന്നലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുന്നേറ്റം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ഡേ നൈറ്റ് മത്സരത്തിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഉച്ചകോടിയിൽ പങ്കാളിയാകും. കോവിഡാനന്തര ലോകത്തെ പരസ്പര സഹായമടക്കമുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിശദാംശങ്ങൾ ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം മികച്ച രീതിയിൽ തുടർന്നുകൊണ്ടുതന്നെ മഹാമാരിക്കാലത്തും ബന്ധം സുഗമമായി മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാരും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും $1000 ദശലക്ഷം വായ്പാ കരാറിൽ ഒപ്പുവച്ചു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആത്മനിർഭർ ഭാരത് അഭിയാന് പിന്തുണ നൽകുന്നതിനായാണ് കരാർ. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം ചെറുക്കുന്നതിനും ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക വീണ്ടെടുക്കലിനും ഇത് സഹായിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് വഴിവയ്ക്കും. $400 ദശലക്ഷം പദ്ധതിക്ക് ഇന്ത്യയും ലോകബാങ്കുമായി ഒപ്പുവച്ചു. കോവിഡ് മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനായാണ് പദ്ധതി. ലോകബാങ്കുമായുള്ള രണ്ടാം സഹകരണ പരിപാടിയാണിതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. 2020 മേയിൽ $750 ദശലക്ഷം അനുവദിച്ചിരുന്നു. ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി CS മൽഹോത്രയും ലോകബാങ്കിന്റെ ഇന്ത്യയുടെ ചുമതല വഹിക്കുന്ന സുമില ഗുലിയാനിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. കരിമ്പ് കർഷകർക്ക് 3500 കോടി രൂപയുടെ ധനസഹായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. കയറ്റുമതി ചെയ്യുന്ന 60 ലക്ഷം ടൺ പഞ്ചസാരയ്ക്ക് 6000 രൂപ എന്ന കണക്കിലാണ് സബ്സിഡി നിശ്ചയിച്ചിട്ടുള്ളത്. 5 കോടി കരിമ്പു കർഷകർക്കും 5 ലക്ഷം പഞ്ചസാര മിൽ തൊഴിലാളികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണം 22.41% വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. ഇതുവരെ 390 ദശലക്ഷം ടൺ നെല്ല് സംഭരിച്ചതായും കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലെ താങ്ങുവില അനുസരിച്ച് കർഷകരിൽ നിന്നും നെല്ല് സംഭരണം തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണ്. സാമ്പത്തിക നയതന്ത്ര വെബ്സൈറ്റിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടക്കം കുറിച്ചു. ആഗോള ബിസിനസ് സമൂഹത്തിന് ബഹുമുഖവും ചലനാത്മകവുമായ ഇന്ത്യൻ ബ്രാൻഡ് ഒരുക്കുന്നതിൽ വെബ്സൈറ്റ് സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോകം കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്നതുപോലെ ജലമേഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ ലോകം ഒരുമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് ഇന്ത്യൻ വാട്ടർ ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട് കേന്ദ്ര ജലമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അവലോകനം ചെയ്തു. 8 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് 2016 പദ്ധതി വിഭാവനം ചെയ്തത്. 3680 കോടി രൂപ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഇതിനായി മാറ്റിവച്ചിട്ടുണ്ട്. ഏജൻസികൾക്ക് 100% ഗ്രാന്റോടെയാണ് പദ്ധതി നടപ്പാക്കുക. ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസാർ ഭാരതി CEO ശശിശേഖർ വെമ്പതിയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിനന്ദിച്ചു. ഈ രംഗത്ത് ഇന്ത്യ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത അംഗങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. 2021 മുതൽ JEE മെയിൻ പരീക്ഷ വർഷത്തിൽ 4 തവണ നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കോർ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും സമ്മർദ്ദം കുറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പരീക്ഷ നടത്താൻ മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു.
വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും യുകെയും തമ്മിൽ ധാരണയായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്കും യുകെ വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബും ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനമായത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു ജോയിന്റ് ടാസ്ക് ഫോഴ്സും രൂപീകരിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01മായി PSLV C-50 റോക്കറ്റ് ഇന്ന് ISROയിൽ നിന്ന് കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3:41 വിക്ഷേപണം നടക്കുക. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച 25 മണിക്കൂർ കൌണ്ട് ഡൌൺ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ. ത്രിതല പഞ്ചായത്തുകളിൽ LDF ഭൂരിപക്ഷം നേടി. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDFന് ഭൂരിപക്ഷം നേടാനായത്. മുന്നേറ്റം നടത്തിയ NDA പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ. 10 ജില്ലാ പഞ്ചായത്തുകൾ LDFനൊപ്പമായപ്പോൾ 4 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 45 UDFനാണ്. 35 നഗരസഭകൾ LDFും നേടി. BJP സഖ്യത്തിന് 2 മുനിസിപ്പാലിറ്റിയിൽ ഭരണം ലഭിച്ചു. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514ലും LDF ഭരണം നേടി. 375 പഞ്ചായത്തുകളാണ് UDFന് ലഭിച്ചത്. NDAക്ക് 23 ഗ്രാമപഞ്ചായത്തുകളും ലഭിച്ചു. സ്വതന്ത്രരും മറ്റുള്ളവരും ചേർന്ന് 29 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം നേടി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 ഇടത്ത് LDFും 44 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFും ഭരണം പിടിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിൽ LDFും കണ്ണൂർ കോർപ്പറേഷനിൽ UDFും ഭരണത്തിലെത്തി. സർവ്വതലങ്ങളിലും LDF മുന്നേറിയെന്നും കേരള ജനതയുടെ വിജയമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയെ തോൽപ്പിക്കാൻ UDFും LDFും ക്രോസ് വോട്ട് ചെയ്തതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.21% ഉയർന്നു. കഴിഞ്ഞ ദിവസം 33,813 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 94,56,449 രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 3.32 ലക്ഷമായി കുറഞ്ഞു. ഇത് ആകെ രോഗബാധിതരുടെ 3.34% മാത്രമാണ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7,45 ലക്ഷം കടന്നു. 5,23 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. 2 കോടിയിലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കേരളത്തിൽ ഇന്നലെ 6,185 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,728 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ജമ്മുകശ്മീരിൽ ജില്ലാ വികസന സമിതി തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നു. 31 ജില്ലാ വികസന സമിതികളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ഡേ നൈറ്റ് മത്സരത്തിന് ഇന്ന് അഡ്ലെയ്ഡ് ഓവലിൽ തുടക്കമാകും. രാവിലെ 9:30 മത്സരം ആരംഭിക്കും. 1ാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പൃഥ്വി ഷാ, വൃദ്ധിമാൻ സാഹ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് 11 അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. വൃദ്ധിമാൻ സാഹ വിക്കറ്റ് കീപ്പറാകും. വിരാട് കോഹ്ലിയാണ് ടീമിനെ നയിക്കുക. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ATK മോഹൻ ബഗാന് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് മോഹൻ ബഗാൻ ഗോവയെ തോൽപ്പിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷ ബംഗളൂരു FCയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ആത്മനിർഭർ ഭാരത് അഭിയാന് വേണ്ടി ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായി $1000 ദശലക്ഷം വായ്പാ കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യ. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 ഇന്ന് ISRO വിക്ഷേപിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.21%. ലോകത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7.5 കോടിയോടടുക്കുന്നു. കേരളത്തിൽ ഇന്നലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുന്നേറ്റം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ഡേ നൈറ്റ് മത്സരത്തിന് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.